നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മൂത്രാശയ രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് മൂത്രാശയത്തിലെ കല്ലുകൾ. എന്താണ് ഇതിന് കാരണം? എന്തൊക്കെയാണ് ഇതിന് ഇന്ന് ലഭ്യമായിട്ടുള്ള ചികിത്സ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലത്തെ ചീഫ് യൂറോളജിസ്റ്റായ ഡോക്ടർ ടി ശ്രീധരൻ ഉണ്ണി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ മൂത്രാശയ രോഗങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഈ മൂത്രത്തിലെ കല്ല്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഏതെല്ലാം ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്? മൂത്രാശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്കുള്ള മൂത്രനാളി, മൂത്രസഞ്ചി, പിന്നെ മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തേക്കുള്ള നാളി. അതിൽ സാധാരണ ഇതിൽ കല്ലുണ്ടാവാറില്ല. പക്ഷെ മറ്റ് 3 സ്ഥലങ്ങളിലും കല്ലുണ്ടാവാം. ഇതിൽ കല്ലുണ്ടാവുന്നത് വൃക്കയിലുണ്ടായ കല്ല് താഴോട്ടിറങ്ങി വന്നിട്ടാണ് സാധാരണ ഗതിയിൽ. പിന്നെ വളരെ വിരളമായിട്ട് മൂത്രസഞ്ചിയിൽ മാത്രമായിട്ടും കല്ലുണ്ടാവാം. പിന്നെ ഈ കല്ലുകൾ സാധാരണ നമ്മുടെ ശരീരത്തിലുള്ള പല മൂലകങ്ങളുണ്ട്, കാൽഷ്യം ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്നാണ് കല്ല് വരുന്നത്. അതാണ് കല്ലായിട്ട് വരുന്നത്. മൂത്രത്തിൽ ഇതിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ അതിൻ്റെ ഈ ക്രിസ്റ്റൽസ്, പരലുകൾ കല്ലായി മാറുക. അതാണ് ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ ഈ കല്ലുകൾ കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, കാൽഷ്യം മാഗ്നീഷ്യം ഫോസ്ഫേറ്റ്, അങ്ങനെ ഒരുപാട് തരങ്ങളുണ്ട് ഈ കല്ലുകൾ. പിന്നെ സാധാരണ ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിലും കല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പിത്തസഞ്ചി, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ് ഗ്രന്ഥി, പിന്നെ ഈ സലേവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട്. ഇതിലെല്ലാം കല്ല് കാണാം. പിത്തസഞ്ചിയിലെ കല്ല് മാത്രം മൂത്രാശയത്തിലെ കല്ലുമായിട്ട് അതിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ വ്യത്യസ്തതയുണ്ട്. ബാക്കിയെല്ലാം ഏതാണ്ട് സെയിം തന്നെയാണ്. ഏതാണ്ട് ഈ മൂത്രത്തിന്റെ സാന്ദ്രത കൂടുമ്പോഴാണ് ഈ കല്ലായി മാറുന്നതെന്ന് പറയുന്നത്. എങ്ങനെയാണ് മൂത്രത്തിന്റെ സാന്ദ്രത കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഈ പദാർത്ഥങ്ങൾ മൂത്രത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലുണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ വെള്ളം കൂടി കുറയുമ്പോൾ മൂത്രത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ ഈ ക്രിസ്റ്റൽസ് ആയിട്ട് രൂപപ്പെടാം. ഇതാണ് പ്രധാന 2 കാരണങ്ങൾ. പിന്നെ ചില അസുഖങ്ങളുണ്ടെങ്കിൽ ഇതേ പ്രശ്നം സംഭവിക്കാം. എങ്ങനെയാണ് വൃക്കയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് കല്ലുകൾ മൂവ് ചെയ്യുന്നത്? ഈ വൃക്കയിൽ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 90% കല്ലുകളുടെയും ജനനം വൃക്കയിലാണ്. വൃക്കയുടെ ഉള്ളിലുള്ള ട്യൂബ്യൂൾസിലാണ് ഇതുണ്ടാവുക. അവിടെ ഇത് വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് പതുക്കെ ചെറിയ കല്ലുകളായി മാറി അത് വൃക്കയിലേക്ക് വരും. മറ്റേ ഈ ട്യൂബിൾസ് എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് വൃക്കയിലേക്ക് വന്നിട്ട് അത് അവിടെ പിന്നെയും ചിലപ്പോൾ അവിടെ നിന്ന് വലുതാവും. ചിലപ്പോൾ അത് നേരെ ഈ മൂത്രത്തിൻ്റെ ഒഴുക്കിൽ അത് താഴോട്ട് വരും. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബിജു. ഞാൻ കാസർഗോഡ് നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഈ മൂത്രക്കല്ലിന്റെ ഇതിന്റെയാണ് ചോദിക്കാനുള്ളത്. പറയൂ വിജയൻ. അപ്പൊ ഈ മൂത്രക്കല്ല് വന്നിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ പെയിൻ ഉള്ളപ്പം പോയി ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ പോകാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചോദിച്ചു, ഇത് വരാതെ നോക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഈ കല്ല് വരാതെ നോക്കാനായിട്ട് 2 സംഗതികളാണ്. ഒന്ന്, കല്ല് കിട്ടുകയാണെങ്കിൽ അത് പരിശോധിച്ച് നോക്കിയാൽ എന്ത് തരം കല്ലാന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്നും വരാതിരിക്കാനുള്ള ചില പ്രാഥമിക നടപടികൾ എടുക്കാൻ സാധിക്കാം. എന്നാലും ചിലപ്പോൾ നമുക്ക് കല്ല് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ആഹാരത്തിൽ ഒരു വ്യത്യാസം വരുത്തുക, പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഈ 2 സംഗതികളാണ് കല്ല് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ അടിവയറ്റിലെ ഇടയ്ക്ക് വേദന ഉണ്ടാകുന്ന ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ടാണോ? എല്ലാ അടിവയറ്റിലെ വേദനകളും കല്ലുകൊണ്ടല്ല, പക്ഷെ കല്ലിൻ്റെ വേദന അടിവയറ്റിൽ വരാം. അതെ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? പാലക്കാട് നിന്ന് സുബൈറാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സുബൈർ. സാറേ, എനിക്ക് ഈ പ്രിയെന്നൊന്നും കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ വയറൊക്കെ വേദനയായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. എവിടെ കല്ലുകൾ? 3mm. 3mm. ശരി. അങ്ങനെയാണെന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഡിസ്ചാർജ് ആയി വന്നപ്പോ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോ മൂത്രം പോകാൻ ഇത്തിരി ബുദ്ധിമുട്ട് പോകാൻ തോന്നുന്നുണ്ട്. അതിനെ കുറിച്ച്. സുബൈറിന് എന്ത് പ്രായമുണ്ട്? എനിക്ക് 33 വയസ്സായി. 33 വയസ്സ്. ഈ 3mm കല്ലുകൾ എവിടെയായിരുന്നു എല്ലാം പറഞ്ഞിരുന്നു? വൃക്കയിലാണോ മൂത്രനാളിയിലാണോ?
മൂത്രനാഴിയിലാണോ? അതല്ലേ. സാധാരണഗതിയിൽ 3mm കല്ലുകൾ ഇത്ര വലിയ വേദനയൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ മൂത്രനാളിൽ ആ കല്ല് കുടുങ്ങിയിട്ട് അതിനൊരു തടസ്സം വരികയാണെങ്കിൽ വേദനകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മൂത്രസഞ്ചിയിൽ വന്നാൽ 3 മില്ലിമീറ്ററെല്ലാം സാധാരണ നമ്മൾ അറിയാതെ തന്നെ മൂത്രത്തിലങ്ങ് പോകും, തടസ്സം ഉണ്ടാക്കാറില്ല. പിന്നെ ഈ പ്രായത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ അതല്ലാതെ കുറച്ചുകൂടെ വലിപ്പമുള്ള കല്ലുകളുണ്ടോ? ഇത് സ്കാനിങ് മാത്രം ചെയ്ത് കണ്ടതാണോ 3 മില്ലിമീറ്റർ കല്ല്? അതെ 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 അതെ, സ്കാനിങ്ങിൽ കണ്ടാണ്. അല്ല, വേറെ പരിശോധന ചെയ്തിട്ടില്ല? വേറെ ബ്ലഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി, യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് അല്ല, നോക്കിയതാണ്. അതെ അതെ. മറ്റു വൃക്കയുടെ തകരാറൊന്നുമില്ല? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 മില്ലിമീറ്റർ കല്ല് അത്ര വലിയൊരു ഗൗരവമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും വ്യത്യാസം. എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് ഈ കല്ലുകൾ തടയാൻ സഹായിക്കുന്നത്? സാധാരണ നമ്മൾ ഈ ഇറച്ചി, അതായത് മട്ടൺ, ബീഫ്, അങ്ങനത്തെ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നവരിൽ കല്ല് കൂടുതലാണ്. മത്സ്യം പൊതുവേ കുഴപ്പമുണ്ടാക്കാത്തൊരു സംഗതിയാണ്. പക്ഷേ ഈ മത്തി, അതിലേക്ക് യൂറിക് ആസിഡ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അത് ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ കല്ല് വരാം. പിന്നുള്ളത് ഈ ഷെൽഫിഷ്, ഞണ്ട്, ചെമ്മീൻ, കടുക്ക, ഇവയിലെല്ലാം പ്രോട്ടീൻ ഈ കല്ലുണ്ടാക്കാൻ സാധ്യത കൂട്ടുന്ന സംഗതികളാണ്. അപ്പോൾ ഈ ആഹാരം ഒന്ന് ക്രമീകരിക്കണം. പ്രത്യേകിച്ച് പൊരിച്ച സാധനങ്ങൾ, ഇതെല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2 കാര്യം. ഒന്ന്, ഇതിൻ്റെ ആ പ്രോട്ടീൻ്റെ സവിശേഷത. 2, ഉപ്പ് നല്ലോണം കുറയ്ക്കണം കല്ല് വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളത് പാലിൻ്റെ ഉപയോഗമാണ്. പാല് സാധാരണഗതിയിൽ കാൽഷ്യം ഒരുപാട് കുറച്ചാലും കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കാൽഷ്യം ഒരു ലെവൽ വരെ കാൽഷ്യം നമുക്ക് വേണം, നമ്മുടെ ഡയറ്റിൽ വേണം. പിന്നുള്ളത് ഈ ഓക്സിലേറ്റ്, അതായത് ഇപ്പോൾ ഉള്ളി, തക്കാളി, ക്യാബേജ്, ഇതിലെല്ലാം ഓക്സിലേറ്റ് കൂടുതലുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഉപയോഗം കല്ലിന് വഴി തെളിക്കാം. പക്ഷേ അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ കറികളിലുള്ള ഒന്നും കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പിന്നെയുള്ള ഒരു പ്രധാന സംഗതി വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് സാധാരണയിൽ ഈ കല്ല് വരാനുള്ള സാധ്യത ഒരു നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇത് കൂടുന്നത്. ഒരു ദിവസം ഒരു 2 ലിറ്റർ മൂത്രമെങ്കിലും നമ്മൾ ഒഴിച്ചിരിക്കണം. 2 ലിറ്റർ മൂത്രം ഒഴിക്കണമെങ്കിൽ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അതും ഒന്ന് ശ്രദ്ധിക്കാനുള്ള സംഗതികളാണ്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ ഡോക്ടർ, പറയൂ. ഞാൻ ബാക്ക് 2 സൈഡും ബാക്കിൽ 2 സൈഡിലും വേദനയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ശരി. അതെന്തുകൊണ്ടായിരിക്കും? ബാക്കിൽ ഈ പുറകിൽ 2 സൈഡിലും വേദന ചിലപ്പം കല്ലുകൊണ്ടാവാം. പക്ഷെ നമുക്കത് ഈ കല്ലിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വളരെ ശക്തിയായ വേദനയായിരിക്കും. വളരെ ശക്തിയായതിനാൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. ഏതാണ്ട് കല്ലിൻ്റെ ഇരുന്നാലും കിടന്നാലും നിന്നാലും ഒന്നും അത് മാറില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കാതെ ശരിയായ കല്ലിൻ്റെ വേദന മാറാൻ സാധ്യത കുറവാണ്. അപ്പം അത് ഈ ബാക്കിൽ വേദന, വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ ബാക്കിൽ വേദന വരാം. പക്ഷേ വൃക്കയിലെ കല്ലുകൾ സാധാരണ രീതിയിൽ ശക്തിയായ വേദന ഉണ്ടാക്കാറില്ല. അത് തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വേദന ഉണ്ടാക്കാറുള്ളൂ. ട്യൂബിലുള്ള കല്ലുകളാണ്, ഈ യൂറിറ്റർ എന്ന് പറഞ്ഞാൽ അതിലുള്ള കല്ലുകളാണ് കൂടുതൽ വേദന ഉണ്ടാക്കാറ്. പിന്നെ വൃക്കയിൽ ചിലപ്പോൾ വൃക്ക മുഴുവൻ കല്ല് നിറഞ്ഞിരിക്കും, ഒട്ടും വേദന ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു എക്സ്റേ എടുക്കുകയോ സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് അത് കാണുക. ഈ സ്റ്റാഗോൺ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഈ മാനിൻ്റെ കൊമ്പ് പോലെ ഇരിക്കുന്ന കല്ല്, അത് സാധാരണ വേദന ഉണ്ടാക്കാറില്ല. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഇത് മൂന്നാറിൽ വിളിക്കായിരുന്നേ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറയൂ. ഈ ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥം കഴിച്ച ഈ കല്ല് വരുമെന്ന് പറയുന്നത് അത് ഈ കാര്യമുണ്ടോ? ഉണ്ട്. ഞാൻ തക്കാളിയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് പ്രശ്നമുണ്ടോ? തക്കാളി വളരെ കൂടുതൽ തക്കാളി ഉപയോഗിച്ചാൽ കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ്. തക്കാളി നിങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഏതാണ്ട് എത്ര ഉപയോഗിക്കും ദിവസവും? ദിവസം 2-3 പച്ചക്ക് കഴിക്കാറുണ്ട്. അതെല്ലേ. അത് കറിയിലുള്ളത് കുഴപ്പമില്ല. എന്താണ് ഡോക്ടർ?
അപ്പോൾ നമ്മൾ കറിയിലിടുന്ന തക്കാളി ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. അത് കുഴപ്പമില്ല അല്ലേ? ഇല്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ക്രിസ്റ്റഫറാണ് എൻ്റെ പേര്. ഡോക്ടറോട് ചോദിച്ചോളൂ. വയസ്സുണ്ട്. ചോദിച്ചോളൂ. 38. സാർ, എനിക്ക് മെനഞ്ഞാന്ന് വൈകുന്നേരം ഭയങ്കര തരിപ്പും വേദനയും വന്നു. ഇന്നലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വയറുവേദന വന്ന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്യാൻ എഴുതി തന്നു. സ്കാനൊക്കെ ചെയ്തു. അപ്പം 2 കിഡ്നിയിലും കല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം കുറച്ച് അടർന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ടാബ്ലറ്റും തന്നു, 2 ഇഞ്ചക്ഷനും തന്നു. അപ്പം എനിക്ക് അടിവയർ വേദനയല്ല, ഒരു തരിപ്പാണ്. അടിവയർ ഒരു എരിച്ചിലും തരിപ്പാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഡോക്ടർ? ഈ അടിവയറിൽ എരിച്ചിൽ ചിലപ്പോൾ ഈ കല്ലുകൊണ്ടായിരിക്കില്ല. സാധാരണ രീതിയിൽ നല്ല ശക്തിയായ വേദന ഉണ്ടാവുക. പക്ഷേ വലിയ കല്ലും വളരെ തടസ്സമില്ലെങ്കിലും ചിലപ്പം എരിച്ചിൽ വരാം. മൂത്രസഞ്ചിയിലൊന്നും കുഴപ്പം പറഞ്ഞിട്ടില്ല അല്ലേ സ്കാനിങ്ങിൽ? സ്കാനില് കല്ലുണ്ട്. അതിന്റെ 6x5 എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അല്ല, അത് എവിടെയായിട്ടാന്ന് വല്ലതും പറഞ്ഞോ? കിഡ്നിയിലാണ്. 2 കിഡ്നിയിലും കല്ലുണ്ട്. ശരി. അപ്പൊ എന്നിട്ട് ഒരെണ്ണത്തിൽ നിന്ന് കുറച്ച് അടർന്ന് താഴോട്ട് വന്ന് ഇരിപ്പുണ്ട്. അതിന് മൂത്രത്തിന് തടസ്സം. അതുകൊണ്ടായിരിക്കാം ഈ വേദന ഉണ്ടായത്. അതെ അതെ ഡോക്ടർ, ഇതിന് എന്തെങ്കിലും പ്രതിവിധി പെട്ടെന്നുള്ള? എനിക്കിപ്പോ ഞാൻ റെസ്റ്റാണ്, ഇന്ന് റെസ്റ്റാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പേടിയും തോന്നുന്നുണ്ട്. ഇതിന്റെ അടർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അത് ഒരു കഷ്ണം താഴോട്ട് വന്നു എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് വലിയൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ മൂത്രത്തിൽ നിങ്ങൾ ഒഴിച്ചെങ്കിൽ പോകും. അത് കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലോണം കൂട്ടുക, നല്ലോണം വെള്ളം കുടിക്കുക. സാധാരണ വെള്ളം കുടിച്ചാൽ മതി. പിന്നെ ഈ ഞെരിഞ്ഞിലൊക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂടും. അതും തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഒന്നിടാതെ വെറും വെള്ളമാണ് ഏറ്റവും നല്ലത്. അത് കുറച്ച് നല്ലോണം കുടിച്ചാൽ ചെറിയ കഷ്ണങ്ങളൊക്കെ മൂത്രത്തിലങ്ങ് ഒഴിച്ച് പൊക്കോളും. പിന്നെ വൃക്കയിലുള്ള ഈ പറഞ്ഞ 6 മില്ലിമീറ്ററിൻ്റെ സൈസ് കല്ലൊന്നും അത്ര വളരെ സീരിയസ് അല്ല. അത് ബ്ലോക്ക് ആക്കുന്നില്ലെങ്കിൽ മരുന്നുകളിലൂടെ തന്നെ ചിലപ്പം പോകാവുന്നതേ ഉള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഞാൻ നാട്ടിൽ വരുമ്പോൾ 1.5 വർഷം വന്നിട്ട് ഞാൻ വരുമ്പോ ഈ പിത്താശയ കല്ലിനെ പറ്റിയിട്ട് ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വരുമ്പോ ചെറിയൊരു ഫോമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് നമ്മള് മരുന്ന് കഴിച്ചപ്പോ സാറേ അതോ അതിങ്ങനെ ഓപ്പറേഷൻ അങ്ങനെ വേണ്ടവർ അങ്ങനെ അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ട്. പിത്താശയത്തിലെ കല്ലാണോ? നമ്മൾ സാധാരണ പിത്താശയത്തിലെ കല്ല് മരുന്നുകൊണ്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അതിന് പക്ഷെ പിത്താശയത്തിലൊരു കല്ലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ കല്ല് എടുത്ത് മാറ്റണമെന്നില്ല. ആ കല്ലിൻ്റെ വലിപ്പം, കല്ല് പിത്താശയത്തെ ബ്ലോക്ക് ആക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കൂടെ ആ കല്ലുണ്ട്, പനി, മഞ്ഞപ്പിത്തം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കല്ലെടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അത് ഒരു സ്കാൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചായിരിക്കും മിക്കവാറും അല്ലേ? അത് ഞാൻ എന്തോരു ഇതിന് വേണ്ടിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞാൽ അത് ഒന്നും ആയിട്ടില്ല, ശരിക്കും ഫോമായിട്ട് വരുന്നുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അത് നിങ്ങൾ ആഹാരത്തിൽ ഈ എണ്ണ, കൊഴുപ്പ് ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കല്ല് വലിയ ശല്യം ചെയ്യാതെ അവിടെ ഇരുന്നോളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഈ മൂത്രാശയത്തിലെ കല്ലുകൾക്കുള്ള ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ മൂത്രാശയത്തിലെ കല്ല് അത് നമ്മൾ അറിയുന്നത് വേദന വരും. ശക്തിയായ വേദന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തിയായ വേദനയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെ മറ്റേ അറ്റം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷണം ഉണ്ടാവില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു സ്കാൻ ചെയ്യുമ്പോഴോ എക്സ്റേ എടുക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും കാണുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേദനകൾ, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം കാണുക, മൂത്രത്തിലൂടെ ചെറിയ പൊടികൾ പോവുക, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അത് വേദന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്
യൂറീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് മൂത്ര സഞ്ചിയും വൃക്കയും കൂടെ യോജിപ്പിക്കുന്ന ആ മൂത്രനാളിയിൽ കല്ല് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ അസഹ്യമായ വേദന ഉണ്ടാവുക. വൃക്കയിൽ കല്ല് കിടക്കുമ്പോൾ വേദനയുടെ സാധ്യത കുറവാണ്. പിന്നെ വൃക്കയുടെ പ്രവർത്തനം, ഇപ്പോൾ പ്രവർത്തിക്കാത്തൊരു വൃക്കയിൽ കല്ല് ഉണ്ടെങ്കിലും വേദന അറിയില്ല. എൻ്റെ മൂത്രം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഈ കല്ലിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുമ്പോഴാണ് വേദന വരുന്നത്. വേദനയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഏറ്റവും സാധാരണ കാണുന്നത്. പിന്നെ മൂത്രത്തിൽ ചോര, ഛർദി, വയർ സ്തംഭനം, ഇതെല്ലാം ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് സലീം എന്ന് പറയാം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സലീം. പറയൂ. ഇപ്പൊ ഞാനൊരു കിഡ്നി സ്റ്റോണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സർജറി കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ 10 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് അത് കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ട്യൂബ് എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. ആ ട്യൂബ് എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞപ്പോ വന്ന് പിന്നെ രണ്ടാമത് സ്കാൻ ചെയ്തോ പിന്നെയും ഉണ്ട് കല്ലുകൾ. അങ്ങനെ ട്യൂബ് എടുത്തില്ല. ട്യൂബ് ഇനി ഒരു മാസത്തേക്ക് ഗുളിക തന്നെ ട്യൂബ് എടുക്കാനുണ്ട്. ഭയങ്കര വേദന. എപ്പോഴാണ് വേദന എടുക്കുന്നത്? വേദന വെച്ചാൽ മൂത്രം ഒഴിക്കേണ്ട ഭയങ്കര കടച്ചിലുണ്ട്. അത് സാധാരണ ഇതിൽ ആ ട്യൂബ് ഉള്ളപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ കുറച്ച് മൂത്രം ആ ട്യൂബിന്റെ സൈഡിൽ കൂടെ വൃക്കയിലേക്ക് മുകളിലേക്ക് കയറി പോകും. അപ്പോൾ കുറച്ച് വേദന ഉണ്ടാവും. പിന്നെ മൂത്രം ഒഴിച്ച് തീരുമ്പോഴും കുറച്ച് വേദന ഉണ്ടാവും. ആ ട്യൂബ് മൂത്രസഞ്ചിയിൽ വരയുന്നതുകൊണ്ടുള്ള പ്രശ്നമാണത്. അത് രണ്ടാമത് ഫുള്ള് കല്ലുകൾ ഫുള്ള് കിട്ടിയില്ല ഈ സർജറി കഴിഞ്ഞു. കല്ലുകൾ ചിലപ്പോൾ കാണാറുണ്ട്, അങ്ങനെ പൊടികൾ കാണാറുണ്ട്. അത് പോകാൻ വേണ്ടി നമ്മൾ ട്യൂബ് എടുക്കില്ല. ഈ ട്യൂബ് ഇടുമ്പോഴേ ട്യൂബിന്റെ സൈഡിൽ കൂടെ അത് പോകാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്, ചെറുതൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. ഈ ട്യൂബ് സാധാരണ രീതിയിൽ നമുക്ക് 3 മാസം വരെ ട്യൂബ് അവിടെ വെക്കാം, കുഴപ്പമില്ലാതെ. ബ്ലഡ് വരുന്നതും ആ ട്യൂബ് ഉള്ളതുകൊണ്ടാണ്. അതെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അഹമ്മദ് ഖാണ്, ബാലരാമപുരം. ചോദിച്ചോളൂ. ഹലോ സർ. പറയൂ അഹമ്മദ്. സാർ, ഞാൻ പിന്നെ ഒരു 8 വർഷത്തിന് മുമ്പ് 2 പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റ് എടുത്ത് മൂത്രത്തിലെ കല്ല്. ഒന്ന് ഇത് എൻഡോസ്കോപ്പ്, ഒന്ന് ഈ പൊടിച്ചെടുത്ത് സാർ. അതായത് പുറത്ത് വെച്ചിട്ട് അത് ഈ മെഷീൻ വെച്ചിട്ട് പൊടിച്ചെടുത്തു. അത് ഈ ബ്ലാഡറിനോട് ഒട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് എൻഡോസ്കോപ്പ് വെച്ച് എടുക്കാൻ നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ 2 ട്രീറ്റ്മെന്റ് എടുത്തു. രണ്ടും ഉടനെ തന്നെ ഒരു മാസത്തെ വ്യത്യാസമുള്ളൂ. ഇപ്പോഴും എനിക്ക് ബാക്ക് സൈഡ് കുറച്ച് വേദന വരുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലുണ്ട്. ഞാൻ ഡയബറ്റീസ് പേഷ്യന്റ് ആണ്. വേറെ ഡയബറ്റീസിന്റെ മരുന്നുകളൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊരു സംശയമുണ്ട്. അല്ല, ഇപ്പോൾ അടുത്ത് സ്കാനിങ്ങോ വല്ലതും ചെയ്ത് നോക്കിയിരുന്നോ ഈ ചികിത്സ എല്ലാം കഴിഞ്ഞതിന് ശേഷം? കഴിഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം സ്കാനിങ് ചെയ്തു. അതിൽ കല്ല് വല്ലതും ബാക്കിയുണ്ടോ അല്ലെങ്കിൽ വേറെ കല്ല് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും പറഞ്ഞില്ല സാർ. ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 വർഷമായി. ശരി. സ്കാൻ ചെയ്തിട്ടോ? സ്കാൻ ചെയ്തിട്ട്. ശരി. അല്ല, അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ അഹമ്മദ് ഒരു സ്കാനിങ് ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ മൂത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം. മൂത്രം പരിശോധിക്കണം. സാധാരണ അതിൽ വല്ല പഴുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഇതേ പ്രശ്നം വരാം. പിന്നെ ഒരിക്കൽ കല്ലുണ്ടായതുകൊണ്ട് വീണ്ടും കല്ലുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഷുഗറുള്ള ആളുകൾ വൃക്കയുടെ പ്രവർത്തനം ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അവർ രക്തം ഒന്ന് പരിശോധിക്കുക, സ്കാനിങ് ഒന്ന് ചെയ്യുക. ഈ ക്രിയാറ്റിനൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്നാൽ ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മൂത്രാശയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ കല്ലിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും നൂതന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഇപ്പം മുമ്പെല്ലാം നമ്മൾ തുറന്നുള്ള ഓപ്പറേഷനായിരുന്നു സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തുറന്നുള്ള ഓപ്പറേഷൻ വളരെ വിരളമായിട്ട് ചെയ്യാറുള്ളൂ. ഇപ്പോഴത്തെ മെഡിക്കൽ ടെക്നോളജി ഒരുപാട് പുരോഗമിച്ചതുകൊണ്ട് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ഈ വൃക്കയിലുള്ള കല്ലുകൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു മറ്റേ ESW എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ആ ഒരു ഉപകരണം ഉപയോഗിച്ച് പൊട്ടിച്ച് കളയാം. സാധാരണ 2 സെന്റിമീറ്ററിൽ താഴെയുള്ള കല്ലുകൾ അങ്ങനെ പൊട്ടിച്ച് കളയാം, കല്ലിൻ്റെ കട്ടി അനുസരിച്ച്. പിന്നുള്ളത് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ്. നേരിട്ട് വൃക്കയിലേക്ക് ഒരു ട്യൂബ് കടത്തിയിട്ട് പൊടിച്ചിട്ട് പൊടിയും എടുക്കും.
പിന്നെ മറ്റേ യൂറിട്രലിലുള്ളതിനും എല്ലാം എൻഡോസ്കോപ്പിക് യൂറിട്രോറീനോസ്കോപ്പി എന്ന് പറയുന്ന ഇത് ചെയ്യാറുണ്ട്. മൂത്രസഞ്ചിയിലുള്ളത് എൻഡോസ്കോപ്പി വഴി തന്നെ എടുക്കാം. പിന്നെ ഇപ്പോൾ ഈ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഈ കല്ല് പൊടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കല്ല് നല്ലോണം പൊടിഞ്ഞ് മുഴുവനുമായിട്ട് ഏതാണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ വലിയൊരു മുറിവില്ലാതെ തന്നെ ഇപ്പോൾ ഏതാണ്ട് എല്ലാവിധ കല്ലുകളും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള സംഗതികൾ ഇതാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സാർ മേഡം, ഞാൻ ലക്ഷദ്വീപിൽ നിന്നാണ്. പറയൂ. ചോദിച്ചോളൂ. സാറ് പറയൂ. സാറ് ഞാൻ 45 വയസ്സാണ് എനിക്കുള്ളത്. അപ്പൊ ഈ മൂത്രം പോകാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ മൂത്രം നമുക്ക് സ്പീഡായിട്ട് മൂത്രം പോകുന്ന സമയത്ത് ചില സമയത്ത് വേദന ഉണ്ടാവുന്നുണ്ട്, ചെറിയ രീതിയിൽ. അതെന്താ സാർ ഡോക്ടർ? മൂത്രം പോവാൻ താമസമോ തടസ്സമോ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. മൂത്രം പോകുന്ന സമയത്ത് അതിപ്പോ സാധാരണ സംഭവിക്കുന്നത് മൂത്രത്തിന്റെ സമയത്തിലാണ് കുറെ താമസിച്ച് ആണ് മൂത്രം പോകുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു വേദന ഉണ്ടാവുന്നുണ്ട്. പിന്നെ മൂത്രം പോയി കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ആ വേദന മാറി പോകുന്നുണ്ട്. അത് ഇത് ഈ പറഞ്ഞ സംഗതി സാധാരണ ഇതിൽ കല്ലിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഗൗരവമുള്ളൊരു സൂക്കേടിൻ്റെ ആണെന്ന് തോന്നുന്നില്ല. സാധാരണ ഇതിൽ മൂത്രം കൂടുതൽ നിറയുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നുള്ളൂ. അതെ, മൂത്രസഞ്ചിയിൽ മൂത്രം കുറച്ച് കൂടുതൽ നിറയുമ്പോൾ ഈ പുരുഷന്മാരുടെ ഒരു പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട് മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെ. അതിൽ ചെറിയൊരു കൺജഷൻ പോലെ വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നെ മൂത്രസഞ്ചിയിൽ ഒരു ചെറിയ കൺജഷൻ വരും. മുൻകരുതൽ മൂത്രസഞ്ചിയിൽ അധികം മൂത്രം നിറയ്ക്കാതിരിക്കുക. അതാണ് അതെ, സമയത്ത് മൂത്രം ഒഴിച്ച് കളയുക, പിടിച്ചു വെക്കണ്ട. വിളിച്ചിരുന്നാണ്. പലപ്പോഴും നമ്മൾ മൂത്രസഞ്ചിയിലെ കല്ലുണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോഴാണ് അറിയുന്നത്. അപ്പം അപ്പോഴാണ് ചികിത്സയ്ക്ക് പോകുന്നത്. ഇങ്ങനെ വേദന ഇല്ലാത്ത കല്ലുകളുണ്ട്. ഇതെന്തുകൊണ്ടാണ് വേദന ഇല്ലാണ്ട് വരുന്നത്? കല്ല് വേദന ഉണ്ടാക്കണമെങ്കിൽ കല്ലൊരു തടസ്സം ഉണ്ടാക്കണം. തടസ്സം ഉണ്ടായില്ലെങ്കിൽ വേദന ഉണ്ടാവില്ല. അല്ലെങ്കിൽ മൂത്രം നല്ലോണം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഈ കല്ലിനെ പുറന്തള്ളാൻ നോക്കുമ്പോഴാണല്ലോ വേദന വരുന്നത്. അപ്പോൾ മൂത്ര ഉൽപ്പാദനം ഇല്ലാതിരിക്കുകയോ തടസ്സമില്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല. ഈ രണ്ട് സംഗതികളിലാണ് വേദന ഇല്ലാത്തത്. അപ്പം മറ്റേ വൃക്കയുടെ പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതൊരു ഗൗരവമുള്ളൊരു സംഗതിയാണ്. ചിലപ്പോൾ ഈ കല്ലുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രവർത്തനം നിന്നുപോയത്. നേരെ മറിച്ച് ചെറിയ കല്ല് അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കാത്ത കല്ല് ഇതും വേദന ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും ലക്ഷണം വെച്ചേ അറിയുള്ളൂ. പക്ഷെ സാധാരണ ഇതിൽ വേദന ഇല്ലെങ്കിലും ചിലപ്പോൾ രക്തം കാണും മൂത്രത്തിൽ. അതൊരു കല്ലിൻ്റെ ലക്ഷണമായിട്ട് നമ്മളെടുത്ത് ചികിത്സിക്കേണ്ടിയിരിക്കും. അല്ലെങ്കിലും മൂത്രത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഗൗരവമായിട്ട് എടുത്ത് ചികിത്സിക്കണം. മൂത്രത്തിൽ രക്തം കാണാൻ പാടില്ല ആർക്കാണെങ്കിലും. ഈ മൂത്രത്തിലെ കല്ലുകൾ ചികിത്സിക്കാതിരുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻ? മൂത്രത്തിലെ കല്ല് ചികിത്സിക്കാതിന് ഒന്ന് വൃക്കയുടെ പ്രവർത്തനം മോശമാവാം, തടസ്സം ഉണ്ടെങ്കിൽ. രണ്ട്, ഈ കല്ല് വലുതായിട്ട് ചിലപ്പോൾ വളരെ മരുന്നുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന കല്ലുകൾ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാം. ഒരു മേജർ സർജറിയിൽ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. പിന്നെ വൃക്കയുടെ പ്രവർത്തനം മോശമാകാനുള്ള സാധ്യതയുണ്ട് കല്ലുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും തിയറിറ്റിക്കലി എല്ലാ കല്ലുകളും മാറ്റണമെന്നാണ്. പക്ഷേ ചെറിയ കല്ലുകളൊക്കെയാണ് മരുന്നിന് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മരുന്ന് കഴിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഒരു ശസ്ത്രക്രിയ വേണമെന്നില്ല. ഡോക്ടറിന് സമയം ഇവിടെ പൂർണ്ണമായി. ഈ മൂത്രാശയ കല്ലുകളെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നതിന് നന്ദി.